ഈ നെഞ്ചുണ്ടന്റെ വീട് ഏതാ? നെഞ്ചുണ്ടന്റെയോ? അത് കുറച്ചുകൂടി അങ്ങോട്ട് പോണം സാറേ. അങ്ങോട്ടോ? അവനൊന്ന് കാണിച്ചോ എന്നാല്. അവനെ കൈ കിട്ടി അവനെ ഇടിച്ചാന്ന് പരുവാക്കും ഞാൻ. അങ്ങോട്ടാണ്. അമ്മേ പോലീസ് എന്താ ചെയ്യാ? പെടുന്ന് ഉറപ്പായല്ലോ. രക്ഷപ്പെടാൻ എന്തൊരു മാർഗം. ഏതില് പോയാലും പെടാനുള്ള ദൈവമേ എന്താ ചെയ്യാ? നെഞ്ചുണ്ടന്റെ വീട് തന്നെയല്ലേ? ഇതാ ആ കാണുന്ന വീടാണ് സാറേ. ഇതാ ഇവിടെ. പെൺവേഷം കെട്ടിയാലോ? അതല്ല ഇപ്പൊ വേറെ മാർഗമല്ല. പെൺവേഷം കെട്ടാ ഏതായാലും അന്ന് കട്ടുടന്നേരില്ലേ കുറച്ച് പെണ്ണിന്റെ താടി മുടിയും നെയ്റ്റൊക്കെ ഉണ്ട്. ഇവന്റെ തുണക്കാരൻ പാപ്പിന്റെ കയ്യിലുണ്ട്. ഇനി ഇവനും കൂടി കിട്ടാനേ ഉള്ളൂ. ആള് പെശകാണ്. പെശകാണല്ലേ? ഞാനാ കാണിച്ചതെന്ന് പറയല്ലേ. ഇല്ല അതൊന്നും പറയില്ല. എനിക്കൊന്നും പ്രോബ്ലം വരില്ലല്ലോ. ഓക്കെ താൻ വിട്ടോ. പണ്ടാർക്കാലം വന്നല്ലോ. നെഞ്ചുണ്ടാ ഇറങ്ങി വേടാ കള്ള തിരുമാടി. ഹായ് സാറേ. എന്താ സാറേ? സാറേ എന്താ സാറേ? എവിടെയാടി നെഞ്ചുണ്ടൻ? അത് പിന്നെ സാറേ ഒരാഴ്ചയായിട്ട് പോയി. ചേട്ടൻ ഇവിടെ ഇല്ല. നെഞ്ചുണ്ടൻ എപ്പോഴാ വരിക? ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറഞ്ഞു. സാറൊന്ന് നിന്ന് സംസാരിക്കും. ഇരിക്കും സാറേ, കസേര എടുക്കാം. ഓ ഇവനോ ഇനി പോണ രക്ഷയില്ല. ഇവൻ കാട്ടുപോയിയാണ്. സാറേ ചിലപ്പോ ഒരു രാത്രി കൊണ്ട് വന്നൂടായില്ല. സാറേ ഞാൻ അറിയിച്ചോളാം നാളെ വരികയാണെങ്കിൽ. ധൃതിയില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. സാറേ ചായ എടുത്തിട്ട് വരാം. ചായയിൽ കുറച്ച് മധുരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോലീസുകാരൻ പണ്ടാർക്കാലം ജീവിക്കാൻ സമ്മതിക്കൂല. ഏതിലിപ്പോ വണ്ടി തരെടുക്ക പോലീസുകാർ അമ്മായിമാനെ കെട്ടിക്കാൻ വന്നു. ഒരു പന്ന ദിവസമാണ്. ഒരു വഴിക്ക് നീട്ട് കാര്യമില്ല. ഇതിപ്പോ പണ്ടാർക്കാലം. ഇത് ചെറിയ കോഴിയല്ല, ഇത് വലിയ കാട്ടുകോഴിയാണ്. ഇനിയിപ്പോ ഈ നായ്ക്കാട്ടത്തിനോട് എന്തപ്പം ചെയ്യാ? ഏതില് പോയാലും കെണിയാണല്ലോ പണ്ടാറക്കുരുപ്പ്. എന്താ ബെഡറ പട്ടി എവിടെ പിടിച്ചിട്ട് എവിടെ കൈയിടണേ? അയ്യോ ഇതന്നെ പാമ്പോ? ഏതിലെ പോയാലും ജീവിക്കാൻ സമ്മതിക്കില്ല. അവിടെ പോലീസുകാരനും ഇവിടെ ഈ ചെങ്ങായി ഓനെന്താ ഗോവിന്ദ ചാമ്യം.